ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പേപ്പറിലാണ് വെട്ടി കാണിക്കുന്നത്. അപ്പോൾ 80 ഇഞ്ച് ലെങ്തും 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ലെങ്ത്, വിട്ടെന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ്. 6 ഇഞ്ച് വിട്ട് ഉള്ളൊരു പേപ്പറാണ് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്, രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നെക്ക് വിട്ടെന്ന് പറയുന്നത് 2.75 ആണ്. 2.25 ഇഞ്ച് ആണ് നമ്മളവിടെ അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 6.5 ആണ്. അതിന് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട് ചേർത്ത് 7 ഇഞ്ച് എടുക്കുന്നത്, 1/2 ഇഞ്ച് സീം അലവൻസ്, അപ്പോൾ 7 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെയും 2.75 ഇഞ്ച് ഉണ്ടോ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് 7 ഇഞ്ച് അവിടെയും ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഈ താഴേന്ന് ഈ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുന്നു. മുകളിലോട്ട് 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. 2 ഇഞ്ച് ഇവിടെ നിന്ന് 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇവിടെയും ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെ ഒരു സ്കെയിൽ വെച്ചൊരു വര വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു, 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ കർവ് സ്കെയിൽ വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നു. ഇനി നമ്മളിവിടെ 1 ഇഞ്ച് താഴെ ഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയത് 2 സൈഡിലുമായിട്ട് 1 ഇഞ്ച് വീതം താഴെ മുകളിലും അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അതൊരു സ്കെയിൽ വെച്ച് വരച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ മധ്യഭാഗം 2 ഇഞ്ചല്ലേ, അതിൻ്റെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ആ 1 ഇഞ്ച് നടുക്ക് ഭാഗം അവിടെ 1 ഇഞ്ച് അതിങ്ങനെ അടയാളപ്പെടുത്തുന്നു. ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം അതിൽ നിന്നും കോർണറിലോട്ട് ഒരു വര വരയ്ക്കുന്നു. സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്നും മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു, 1/2 ഇഞ്ച്. എന്നിട്ട് നമുക്കിനി അതിൻ്റെ ഷേപ്പ് ലവ് ചിഹ്നമാണ്, ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. അവിടെ ആ കോർണറിലൊന്ന് വളയ്ക്കണം. വളച്ചിട്ട് ആ 1/2 ഇഞ്ചിലോട്ട് നമ്മൾ വളച്ചിടും. ഇതിങ്ങനെ വളച്ച ഇച്ചിരി അവിടെ നിന്ന് ശകലം വെളിയിലോട്ട്, ആ വരയുടെ വെളിയിലോട്ട് വന്ന് ഇങ്ങനെ വളച്ചെടുക്കണം. പിന്നെ ഇപ്പം നമ്മളത് വെട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു വര വരച്ച് അതും കൂടെ ഉണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ അമർത്തുക. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ താഴ്വശവും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ലവ് ചിഹ്നത്തിൻ്റെ നെക്കാണ്, അത് അടിപൊളി നെക്കാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമല്ലോ.